സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കഴിഞ്ഞ രാത്രികാലം എബ്രായ ലേഖനം 12 ദാസൻ തുടങ്ങിയായിരുന്നല്ലോ. ഈ രാത്രികാലവും ദാസനെ ദൈവം ബലപ്പെടുത്തില്ല. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. കൊച്ചേപ്പ പാഷനോടൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ടൊല്ലു തുടങ്ങിയപ്പോൾ ഇന്നലെ പലരും ഇല്ലായിരുന്നു, ജോർജ് ബ്രദർ ഇല്ലായിരുന്നു, ലിറ്റി ഇല്ലായിരുന്നു. നമ്മൾ ആ 1, 2, 3 വാക്യങ്ങൾ ഒന്ന് അവർക്ക് വേണ്ടിയൂടെ ഒന്ന് പതിയൊന്ന് സാവകാശം പോയാൽ കുഴപ്പമില്ല. നമുക്ക് ധൃതിയില്ലല്ലോ, പതിയെ പോയാൽ മതി. അവർക്ക് കൂടെ ഒന്ന് അത് തുടങ്ങിയത് കൊണ്ട് ഓക്കെ. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രേരണയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധയും നിങ്ങളെ എന്റെ വലിയ ധാരാളം അനുഗ്രഹിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ അത് പിന്നെ വായിക്കാം. ഓക്കെ, 3 വാക്യങ്ങളിലാണ്. ഈ 3 വാക്യങ്ങളിൽ നിന്നുള്ളതാണ് ഇന്നലെ ഞങ്ങൾ സംസാരിച്ചത്. വളരെ സൂക്ഷിക്കണം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു സമൂഹത്തെ ആ എഴുത്തുകാരൻ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രന്ഥകർത്താവ് നമ്മളെ കാണിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരുകളൊന്നുമില്ല, എന്നാൽ വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ച അനേകരുണ്ട്. അതിനകത്തിന് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഹാബേൽ വിശ്വാസത്താൽ മരിച്ച ശേഷവും രക്തം ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നമ്മൾ ചിന്തിക്കണം. അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചവർ സംസാരിക്കും എന്നല്ല അതിന്റെ അർത്ഥം. ചിലര് അതിനെ റോങ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാറുണ്ട്. ആ റോങ് ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആ ശരിയായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാതെ അതിനെ ഒരു വാക്യത്തിനകത്തുനിന്ന് ഉപദേശം സ്ഥാപിക്കാൻ ആൾക്കാർ ശ്രമിക്കാറുണ്ട്. ഇവിടെ വായിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ ഹാബേൽ, അതിന്റെ 11-ന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിന്റേതിൽ നിന്ന് ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ വേറൊരു ഭാഗം കൂടെ മരിച്ച ശേഷവും സംസാരിച്ചവരെ കുറിച്ച് കാണിക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ എന്നെടുത്താണ്. അതിന്റെ 6-ാം അധ്യായം അതിന്റെ 9-10 വാക്യം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹകൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഇത് യാഗപീഠത്തിൻ കീഴിൽ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ കൊടിക്കീഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അമേരിക്കയുടെ കൊടിക്കീഴിലാണ്, അല്ലേ? വി ആർ അണ്ടർ ദ ഫ്ലാഗ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ കൊടിയുടെ കീഴിലാണ്. ഇപ്പൊ നമ്മൾ ഈ കൊടിയെ എന്ത് ചെയ്തേ പറ്റുള്ളൂ? മാനിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഏത് കൊടിക്കീഴാവുന്നോ ആ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. ആണോ അല്ലയോ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ യാഗപീഠത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണ്? ഇസ്രായേൽ മക്കൾ. ഇസ്രായേൽ മക്കൾക്കും അവർക്കുള്ളതാണ് ഈ യാഗപീഠം. പുതിയ നിയമം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് യാഗപീഠമില്ല. അപ്പോൾ യാഗപീഠത്തിന് കീഴിൽ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെ അണ്ടറിലുള്ളവരാണ്. എന്നാൽ ഇപ്പൊ അവർക്ക് യാഗപീഠം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ പറയുന്നത് മരിച്ചവരുടെ ആത്മാക്കളെ അവര് എങ്ങനെ മരിച്ചവരായിരുന്നു? ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യഹേതുവ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു. അവർ ചോദിക്കുന്ന ചോദ്യം, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് ഉറക്കെ നിലവിളിച്ചു. ഹാബേലും നിലവിളിച്ചത് എന്തായിരുന്നു? എനിക്ക് നീതി കിട്ടണം. അതായിരുന്നു നിലവിളിയുടെ ശബ്ദം. കുറ്റം ചെയ്യാത്ത എന്നെ എന്റെ സഹോദരൻ കൊന്നു. അപ്പോ ആ നീതിക്ക് വേണ്ടിയാണ് നിലവിളിക്കുന്നത്. അന്നേരം ദൈവം കൊടുത്ത മറുപടി എന്തായിരുന്നു? 11-ാമത്തെ വാക്ക് ഒന്നുകൂടെ വായിച്ചോട്ടെ. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയെങ്കിൽ കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹപത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. അപ്പൊ അവർക്ക് എന്താ കൊടുത്തത്? അവരോട് പിന്നെ സംസാരിക്കാൻ അനുവാദം കൊടുത്തില്ല. അവർക്ക് എന്താ കൊടുത്തു? സ്വസ്ഥത കൊടുത്തു. അവർക്കെന്ത് കൊടുത്തു? സ്വസ്ഥത കൊടുത്തു. നിങ്ങൾ ഇനി സ്വസ്ഥമായിട്ട് പാർക്കണം. അവർക്ക് വെള്ള നിലയേക്ക് കൊടുത്തുവെങ്കിലും അവരോട് പറഞ്ഞു, നിങ്ങൾ സ്വസ്ഥമായിട്ട് പാർത്തോളം, ഞാൻ ന്യായവിധിക്കുന്ന സമയമുണ്ട്. അപ്പൊ അതുവരെയും അവർക്ക് എന്തോ ഇല്ല, സംസാരിക്കാൻ അനുവാദം ഇല്ല. അപ്പൊ റോങ് ഇന്റർപ്രിട്ടേഷൻ എടുത്തെന്ന് പറയും, ആ ഒരു ഭാഗത്തു നിന്ന് എടുത്തിട്ട് പറയും, കണ്ടോ ഹാബേൽ സംസാരിച്ചു, അതുകൊണ്ട് നമുക്ക് മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്ന് പറയുന്ന അതല്ല ഇതിനകത്തിൽ എഴുതിയിരിക്കുന്നത്. അത് പറയുന്നതിന് വേണ്ടിയാണ് 12-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വന്നാണ്. 11-ാം അധ്യായത്തിലേക്ക്. 11-ാം അധ്യായത്തിൽ നോക്കിക്കോളാം. ഞാൻ നിങ്ങൾ കർത്താവിന്റെ ദാസി ഒന്ന് നോക്കിപ്പോയാൽ മതി. അത് കഴിയുന്നുണ്ടേ ഹാനോക്ക് ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. ആനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. 365 വർഷം ഹാനോക്ക് ജീവിച്ചിരുന്നു. 300 വർഷം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്താൽ എടുക്കപ്പെട്ടു. ഹാനോക്ക് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. വിശ്വാസത്താൽ നോഹ ഇതുവരെ കാണാത്തവയെ കുറിച്ച് സംസാരിച്ച് തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ഒരു പെട്ടകം തീർത്തു. ആ 11-ാം അധ്യായത്തിനകത്ത് 7-ാമത്തെ വാക്യം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഓക്കെ. നോഹയുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു മനുഷ്യനും ലോകത്തിൽ നല്ല രീതിയിൽ നടക്കുന്നില്ല, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നില്ല, ഒറ്റ മനുഷ്യൻ പോലും ഇല്ല. ആ കാലയളവിൽ നോഹ തന്റെ കുടുംബത്തിന് വേണ്ടി എന്തുണ്ടാക്കി? ഒരു പെട്ടകം. അപ്പൊ നോഹ ഉണ്ടാക്കിയ പെട്ടകത്തിൽ മൃഗങ്ങളൊക്കെ വന്നു കയറിയത് നോഹ വിളിച്ചോണ്ട് വന്നതല്ല, ദൈവം പറഞ്ഞിട്ട് അവരൊക്കെ വന്നു കയറി. നോഹയുടെ കുടുംബം രക്ഷപ്പെട്ടത് ഒറ്റ ഒരാളായിരുന്നതിന് കാരണക്കാരൻ. ആരായിരുന്നു പെട്ടകം ഉണ്ടാക്കിയത്? നോഹ. അപ്പോ അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും ഓർക്കണം, ലോകത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടപ്പോൾ, ദൈവത്തിൽ നിന്ന് കേട്ടപ്പോൾ നോഹ എന്ത് ചെയ്തു? തന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കി. അതിനു മുമ്പ് വരെയും നോഹ പെട്ടകം ഉണ്ടാക്കാൻ തീരുമാനിച്ചായിരുന്നോ? ഇല്ല. അപ്പൊ പ്രശ്നമുണ്ട് എന്ന് കണ്ടപ്പോഴാണ് പെട്ടകം ഉണ്ടാക്കി. അപ്പൊ നമ്മളും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് കാണുമ്പോഴാണ് നമ്മൾ എന്തോ ഉണ്ടാക്കുന്നത്? പെട്ടകം ഉണ്ടാക്കുന്നത്. അങ്ങനെ നോഹ ചോദിച്ചു. അബ്രഹാം വിശ്വാസത്താൽ, അബ്രഹാമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുന്ന ദേശത്തേക്ക്, അതിന്റെ താഴത്തെ വാക്യം, വിളിക്കപ്പെട്ടാറെ അനുസരിച്ചുകൊണ്ട് എവിടേക്കെന്ന് പോകാതെ അബ്രഹാം പോയി. അതിനുശേഷം ഇസഹാക്ക് വിശ്വാസത്താൽ തന്റെ മക്കളെ അനുഗ്രഹിച്ചു. അതിനുശേഷം യാക്കോബ് തന്റെ മരണകാല സമയത്ത് വിശ്വാസത്താൽ തന്റെ ജോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം വിശ്വാസത്താൽ ജോസഫ്, അതാണ് നമുക്ക് ഒരു മിനിറ്റ് അവിടെ കൂടെ ഒന്ന് നിന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. എബ്രായ ലേഖനം 11:22. വിശ്വാസത്താൽ യോസേഫ്
ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു. തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. വിശ്വാസത്താൽ ജോസഫിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത നമ്മളെല്ലാം ചെറിയ സൺഡേ സ്കൂൾ മുതലെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കെല്ലാം നല്ലതുപോലെ അറിയാം. ജോസഫ് 17-ാമത്തെ വയസ്സിൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വയലിൽ പോയിരുന്നപ്പോ വയലിലെ 11 കറ്റകൾ ജോസഫിന്റെ കറ്റയെ നമസ്കരിക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ആകാശത്തിലെ 11 നക്ഷത്രങ്ങളും ജോസഫിനെ, സൂര്യനും ചന്ദ്രനും ജോസഫിനെ നമസ്കരിക്കുന്നു. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും. അപ്പൊ പിതാവ് ചോദിച്ചു, അപ്പൊ സഹോദരന്മാർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവാകുമോ? അതിനുശേഷം ജോസഫ് ഏതെല്ലാം പ്രതികൂലത്തിൽ കൂടെ പോയി. ജോസഫ് തന്റെ സഹോദരന്മാർ ജോസഫിനെ വിറ്റു. ജോസഫ് അടിമവേല ചെയ്യേണ്ടി വന്നു. അടിമവേല ചെയ്തെടുത്തുനിന്ന് ജയിലിൽ പോകേണ്ടി വന്നു. 13 വർഷം താൻ അനുഭവിച്ച കഷ്ടതയിൽ ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു. ജോസഫിനെ ദൈവം ആരാക്കി? മിസ്രൈമിലെ പ്രധാനമന്ത്രിയാക്കി മാറ്റി. ഇനി ചിന്തിച്ചേ, ജോസഫിനെ അവര് വിറ്റില്ലായിരുന്നു എങ്കിൽ ജോസഫ് ഈ പ്രധാനമന്ത്രി ആകുമായിരുന്നോ? ഇല്ല. അപ്പം ജോസഫിനെ ആ പുത്തിഫേറിന്റെ ഭാര്യ വിളിച്ച് റോങ്ങായിട്ട് ഇത് അബ്യൂസ് ചെയ്തത് കൊണ്ടല്ലേ, എന്താണ് കുറ്റപ്പെടുത്തിയത് കൊണ്ടല്ല തനിക്ക് ജയിലിൽ പോകേണ്ടി വന്നത്. അപ്പൊ തനിക്കെതിരായി കുറ്റം ആരോപിച്ചപ്പോഴും താൻ ഒന്നും പറയാതെ അതിനെ സ്വീകരിച്ചു. അപ്പോ അവിടെ ജയിലിൽ ചെന്നില്ലായിരുന്നെങ്കിൽ പൊത്തിഫേർ എവിടൊക്കെ ചെല്ലത്തില്ലായിരുന്നു? രാജസന്നിധി ചെല്ലത്തില്ലായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ ദൈവം എനിക്കിത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും എന്ന് വിശ്വസിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകും. പ്രശ്നങ്ങളെ കണ്ടിട്ട് ഭയപ്പെടരുത്. കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. എന്റെ കർത്താവിനെ അതൊന്ന് വായിച്ചോ. റോമാലേഖനം ഇതവിടെ വെച്ചിട്ട് റോമാലേഖനം 8-ാം അധ്യായം സ്റ്റാർട്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഓക്കെ, കണ്ണുകൾ അടച്ചിട്ട് ഞാൻ പറയുന്ന പോലെ പറഞ്ഞാട്ടെ. ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. എന്നെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. ഇപ്പോൾ ഞാൻ പോകുന്ന പ്രതികൂലത്തിൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇപ്പോൾ ഞാൻ പോകുന്ന പ്രതികൂലത്തിൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. അവന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ ജീവിക്കും. അതാണ് സ്നേഹിക്കുന്നവർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ജോസഫിന്റെ കഴിഞ്ഞതിന് ശേഷം വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ മാതാപിതാക്കൾ കണ്ടു. അവരുടെ ശുശ്രൂഷ അവരെന്താ കണ്ടത്? ശിശു സുന്ദരനെന്ന് കണ്ടു എന്ന് മാത്രമല്ല, അവര് പോകുന്ന പ്രതികൂലം അടിമ വേലയിൽ നിന്നും അവർക്ക് വിടുതൽ തരുവാൻ എനിക്ക് ജനിച്ച എന്റെ ഈ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് 3 മാസം ഒളിപ്പിച്ചു വെച്ചു. നമ്മൾ സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ള. എന്നാൽ അവർക്ക് പറ്റുന്ന അത്രയും കാലം അവരെന്ത് ചെയ്തു? ഒളിച്ചു വെച്ചു. പറ്റാതെ വന്നപ്പോൾ അവർ കുഞ്ഞിനെ ഒരു ഇതിനകത്തിലാക്കി, കൊട്ടയിലാക്കി, കീല് തേച്ച് വെള്ളത്തിലിട്ടു. പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവം കണ്ടു അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ കുഞ്ഞിനെ അവിടെ നിന്ന് വലിച്ചെടുക്കുന്നതിന് വേണ്ടി ആരെയാണെങ്കിൽ രാജാവിന്റെ മകളെ അവിടെ ആക്കി. ഞാൻ ഈ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് മോശ എന്ന് പേരിട്ടു. അപ്പൊ വിശ്വാസത്താൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ആര് കാണുന്നു? കാണുന്നു.
അതിന്റെ മുകളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് എന്ത് ചെയ്തിരിക്കും? പ്രവർത്തിച്ചിരിക്കും. അടുത്തത്, മോശ താൻ വളർന്നപ്പോൾ വിശ്വാസത്താൽ ഈ ലോകത്തിലെ താൽക്കാലിക ഭോഗങ്ങളെക്കാൾ ദൈവത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഈ ലോകത്തിൽ എത്ര കാലം നമ്മൾ ജീവിച്ചെന്ന് പറഞ്ഞാലും അത് തൽക്കാലത്തേക്കേ ഉള്ളൂ. ഞാന് എന്റെ കുഞ്ഞു പ്രായത്തില്, ചെറുപ്പത്തില് 3, 4, 5 വയസ്സുള്ളപ്പം എന്റെ അമ്മച്ചിയുടെ കൂടെ തന്നെ എപ്പോഴും നടക്കുന്നത്, എന്റെ വല്യമ്മച്ചിയുടെ കൂടെ. ഈ വല്യമ്മച്ചിയുടെ ഈ കയ്യിലൊക്കെ ഇങ്ങനെ തൊലിയാൽ ഇങ്ങനെ പിടിച്ച് ഞാൻ വലിക്കും. അപ്പൊ തൊലിയാൽ ഇങ്ങനെ ചുളുങ്ങി ഇരിക്കുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ഈ അമ്മച്ചിയൊക്കെ ഇങ്ങനെ തന്നെയാ പണ്ട് പോലെ. ഞാനൊക്കെ നല്ല കൊഴുത്ത് ധരിച്ചിരിക്കുന്നതാ, അമ്മച്ചിയുടെ തൊലി എപ്പോഴും എങ്ങനെ ചുളുങ്ങി ഇങ്ങനെ ഇരിക്കുന്നതാ. എനിക്ക് കിട്ടിയേക്കുന്നത് നല്ല ഭാഗ്യമാണ് എന്ന് ഞാൻ അന്ന് കരുതി. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത്, അമ്മച്ചി എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ പ്രായമായി വന്നപ്പോഴാണ് നമുക്ക് ഇതേമാതിരിയുള്ള അവസ്ഥകളും നമ്മൾ കടന്നു പോകേണ്ടി വരും. അവർക്ക് മാത്രമല്ല. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കണം, നമുക്കെല്ലാവർക്കും ഓരോ അവസ്ഥകളുണ്ട്, സമയമാകുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണ്. അതുകൊണ്ട് എന്നും ഒരുപോലെ ആയിരിക്കത്തില്ല. മോശ ചിന്തിച്ചു, ഞാൻ എന്നും ഇങ്ങനെ ഫറവോന്റെ മകനായിട്ടിരുന്നാൽ ആയിരിക്കത്തില്ല. എനിക്ക് ദൈവം തന്നേക്കുന്ന ശുശ്രൂഷയുണ്ട്, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കും. ഞാൻ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഞാൻ എന്നും വലിയ ഭാഗ്യവാനായിട്ട് ജീവിക്കും, അവരെല്ലാം കിടന്ന് കഷ്ടപ്പെടട്ടെ എന്നുള്ളതല്ല. മോശത്തിന്റെ തീരുമാനത്തെ ആര് മാനിച്ചു? ദൈവം മാനിച്ചു. ദൈവം എപ്പോഴും നമ്മുടെ തീരുമാനവും നമ്മുടെ പ്രവൃത്തിയും മാനിക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾ കണ്ടു. വിശ്വാസത്താൽ, അടുത്തത്, വിശ്വാസത്താൽ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ വീണു. അപ്പം എരിഹോ മതിലിനെ ചുറ്റി നടക്കുവാൻ ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോൾ മതിൽ വീണു. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ, അതൊന്ന് വായിച്ചാണ്. രാഹാബിന്റെ കാര്യം നമുക്കൊന്ന് നല്ലതായിട്ട് അറിയേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അത് വായിപ്പിക്കുന്നത്. ലേഖനം 11:31 വാക്യം. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് നശിക്കാതിരുന്നു. ഓക്കെ. അപ്പൊ ദൈവം അവര് ആ സ്ത്രീയുടെ ജീവിതത്തെ ആണോ നോക്കിയത്, അതോ ദൈവത്തെ മാനിച്ചതാണോ നോക്കിയത്? അവിടെ ഭയങ്കര ഭണക്കാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, ഒരുപാട് വലിയ നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു വേശ്യ, ആ സ്ത്രീയെ തന്റെ അടുക്കൽ വന്ന് ദൈവമക്കളെ കൈക്കൊണ്ടു. ആരെ കണ്ടു? ദൈവമക്കളെ കൈക്കൊണ്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. അതുകൊണ്ടൊന്ന് വായിച്ചു. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം, അതിന് വേഴ്സ് 8 onwards. 11. എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പ് അവർ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികളെല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദ്ദാനക്കര വെച്ച് നിങ്ങൾ നിർമ്മൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം മുരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഇവിടെ അവളെന്താ പറഞ്ഞത്? നിങ്ങളുടെ ദൈവം തന്നെ യഥാർത്ഥ ദൈവം. അവള് വിളിച്ചു പറഞ്ഞു, ഹൃദയത്തിൽ വിശ്വസിച്ചു. അതിന് നോക്കി ആ രാജ്യത്തുള്ള ദേശത്തുള്ള സകല മനുഷ്യർക്കും അറിയാം ഇവർക്ക് വേണ്ടി ആര് ചെയ്തത്? ദൈവം ചെയ്തത്. ആ രാജാവ് സഹിതം സകല മനുഷ്യർക്കും അറിയാം. പക്ഷെ ഒരാളെ വിശ്വസിച്ചുള്ളൂ. ആര് മാത്രമേ വിശ്വസിച്ചുള്ളൂ? ഈ സ്ത്രീ മാത്രമേ വിശ്വസിച്ചുള്ളൂ. ഈ സ്ത്രീ വിശ്വസിച്ചത് കൊണ്ട് അവളും അവളുടെ കുടുംബവും അവളുടെ സഹോദരങ്ങളും മാതാപിതാക്കളും ആരും ഈ ന്യായവിധിയിൽ നിന്ന്
നശിച്ചു പോകാതെ രക്ഷപ്പെട്ടില്ലയോ? അപ്പൊ രക്ഷപ്പെടാൻ അവൾ എന്ത് ചെയ്തു? ഒറ്റ കാര്യമേ അവൾ ചെയ്തുള്ളൂ. അവര് കേട്ടു, ഇത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിനെ വറ്റിച്ചതും യോർദാനിലെ ചെയ്തതും നിർമൂലമാക്കിയ ഓഗ് എന്നീ അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും കേട്ടപ്പോ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കിട്ടുപോയി. എന്നിട്ട് പറഞ്ഞത് വായിച്ചാട്ടെ, 11-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ഒന്നുകൂടെ വായിച്ച്. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. അപ്പൊ അവൾ എന്താ വിളിച്ചു പറഞ്ഞത്? നിങ്ങളുടെ ദൈവമാണ് മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു, അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചു. ഹൃദയത്തിൽ വിശ്വസിക്കാൻ പറയാൻ പറ്റുമോ? അപ്പൊ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അതിനെ എന്ത് ചെയ്തു? അംഗീകരിച്ചു. ആ അംഗീകരിച്ചത് കാരണമാണ് 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്നത്. യോശുവ പറയുന്നത് 6-ാം അധ്യായത്തിനകത്ത് വായിച്ചാൽ 6-ാം അധ്യായത്തിലുണ്ട് 17-ാമത്തെ വാക്യം മാത്രം. ഈ പട്ടണവും അതിലുള്ള കോട്ടയും യഹോവയ്ക്ക് ശപഥാർത്ഥമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും, എന്നാൽ അവളോടുകൂടെ സകലതും രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ ദൂതന്മാരെ കൈക്കൊണ്ടതുകൊണ്ടല്ലേ. നമ്മൾ ദൈവത്തിന്റെ ദൂത കൈക്കൊണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാം രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീരും. ഇതാണ് വിളിച്ചു പറയുന്നത്. നോക്കണം, ലോകം മുഴുവനും നശിക്കുവാൻ തുടങ്ങിയപ്പോൾ നോഹ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കി താനും തന്റെ കുടുംബവും രക്ഷപ്പെട്ടില്ലേ? അതുപോലെ തന്നെ സോദോം ഗോമോറ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പ്രാർത്ഥിച്ചു. ഒടുവിൽ അവസാനം ദൈവം അബ്രഹാമിന്റെ പ്രാർത്ഥന പ്രകാരം ലോത്തിനെയും കുടുംബത്തെയും 2 ദൂതന്മാരും അയച്ച് ലോത്തിനെയും കുടുംബത്തെയും എന്ത് ചെയ്തു? രക്ഷിച്ചു. എങ്കിലും അതിലേക്ക് തിരിഞ്ഞു നോക്കരുത് എന്ന് ദൈവത്തിന്റെ ദൂതന്മാർ അരുളി ചെയ്ത വാക്കിനെ ആരനുസരിച്ചില്ല? ലോത്തിന്റെ ഭാര്യ അനുസരിക്കാഞ്ഞതുകൊണ്ട് ഇപ്പോഴും ഉപ്പുതൂണായി നിൽക്കുന്നു. അത് വെച്ചെന്ന് നക്കി നോക്കിയെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷെ അതുണ്ടെങ്കിൽ ഇപ്പോഴും ഉപ്പുതൂണായിട്ട് നിൽക്കുന്നു എന്ന് പലരും സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ലോത്തിന്റെ ഭാര്യ ഒരു സാക്ഷ്യമായി നമുക്കവിടെ നിൽക്കുകയാണ്. പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കാതിരുന്നാൽ നാം ഓരോരുത്തരും എന്തായി പോകും? ഇപ്രകാരം ആയി പോകുമെന്ന്. അപ്പൊ അവരാ കുടുംബം, ലോത്തും കുടുംബവും രക്ഷപ്പെട്ടു അനുസരിച്ചപ്പോൾ. ഇപ്പോ ഈ 3-ാമത്തെ ഒരു രക്ഷയായിരുന്നു ആർക്ക് കിട്ടിയത്? രാഹാബിന് കിട്ടിയതാണ്. അപ്പം ഇത്ര വലിയ ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നതാണ് രാഹാബിന്റെ കഴിഞ്ഞതിന് ശേഷം ദൈവത്തിനകത്ത് നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് വന്നാട്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 32-33 വാക്യങ്ങൾ വായിച്ച് 32-ാമത്തെ വാക്യം മാത്രം വായിച്ച്. അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. ഇനി എന്ത് പറയണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, തിർത്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിക്കാൻ സമയം പോരാ. അപ്പോ ലേഖനകർത്താവ് പറയാണ്, ഇവരെ ആരെയും ദാവീദിനെ കുറിച്ച് എന്തുമാത്രം പറയാനുണ്ട്, ഇബ്താഹിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, ശിംശോനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, ശമൂവേലിനെ കുറിച്ച്. ശമൂവേലാണ് രൂത്തിന്റെ പുസ്തകം എഴുതിയത്. 1 ശമൂവേൽ, 2 ശമൂവേൽ. അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. ദാൻ മുതൽ ബേർശോ വരെ പ്രവാചകനായിരുന്നു. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. ഇസ്രായേലിലെ ആദ്യത്തെ 2 രാജാക്കന്മാരെ, വലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നത് ശമൂവേലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ലേഖനകർത്താവ് പറയാണ് സമയം പോരാ. എന്നിട്ട് നമുക്ക് വേണ്ടി അതിന്റെ ഒടുവിലത്തെ വാക്യം 39-40 വാക്യം ഒന്ന് വായിച്ചോട്ടെ.
അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതി. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി നല്ലത് ഒരുക്കിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ നല്ലതിലേക്ക് നമ്മൾ പ്രവേശിക്കണ്ടേ? അതിനു വേണ്ടിയാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകല ഭാരങ്ങള്, ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളുണ്ടാകും, അതിനെ വിടണം. ജീവിതത്തിലുണ്ടാകുന്ന സകല പാപവും, മുറുകെ പറ്റുന്ന പാപം, അതും വിടണം. വിട്ടിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്താണ്? നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നത് അതാണ് നമ്മൾ അറിയേണ്ടത്. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം, ഇന്നലെ ഇത് സ്പീഡിൽ അങ്ങ് പോയായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് 2-3 പേർക്ക് വേണ്ടി മാത്രമാണ് വളരെ സ്ലോയിൽ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം എടുത്താണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 19-ാം അധ്യായത്തിലെ 12 മുതൽ 17 വരെയുള്ള വാക്യം. എന്തെന്നാൽ കുലീനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാന്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവീനെന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ചു അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കും, ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടിയെന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. 1-ാമത്തവൻ അടുത്തു വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നന്ന് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. 2-ാമത്തവൻ, ഞാൻ നിത്യസിസ്റ്ററിനോട് 1-2 കാര്യം ചോദിക്കുന്നുണ്ട്, മറുപടി പറയണം. മറ്റുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് വേറെ മറുപടിയാണ് ഉള്ളത്. ഞാൻ ലിറ്റീവ് ചോദിക്കാൻ പോയാണ്. ഈ കുലീനനായ ഒരു മനുഷ്യൻ മടങ്ങി വരണമെന്ന് പറഞ്ഞ് ദൂരദേശത്തേക്ക് പോയത് ആരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? യേശുവല്ലയോ? ദൈവത്തെ പറ്റി തന്നെയാണോ എന്നാണ് ഓക്കെ, യേശു തന്നെയാണ്. യേശു തന്നെയാണ് വരാൻ പോകുന്നത്. യേശു രണ്ടാമത് വരാൻ പോകുന്നു. അപ്പൊ രണ്ടാമത് മടങ്ങി വന്നപ്പോ 1-ാമത് അടുത്ത് വന്ന് 16-ാമത്തെ വാക്യം, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ എത്ര സമ്പാദിച്ചു? 10. അവന് ദൈവം യേശു കൊടുത്തു. കർത്താവത്തെ വരവിൽ വന്നപ്പോ എന്ത് കൊടുത്തു? 17-ാമത്തെ വാക്കൊന്ന് വായിച്ചു. അവനോട്, നന്ദി നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്നേ കൽപ്പിച്ചു. അപ്പം ദൈവം അവന് യേശു എത്ര പട്ടണം കൊടുത്തു ഭരിക്കാനായിട്ട്? ക്ലിയർ അല്ല. 10 പട്ടണം ഭരിച്ചു കൊടുത്തു. അപ്പൊ നമ്മള് കർത്താവിന്റെ 2-ാമത്തെ വരവിൽ നമ്മൾ ഈ ലോകത്തിൽ എന്ത് ചെയ്യാൻ പോവാ? ഈ ലോകമല്ലായിരിക്കും, അന്ന് പുതിയ ലോകമായിരിക്കും വരാൻ പോകുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആ ഭൂമിയിൽ കർത്താവിനോടുകൂടി ഭരിക്കാൻ പോകുക. എവിടെ? അത് നമ്മുടെ ലക്ഷ്യം. അതിനെ നോക്കിയാണ് നോടേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപവും ഭാരവും എല്ലാം വിട്ടിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്, എനിക്ക് കർത്താവിനോടുകൂടെ ഈ ഭൂമിയിൽ വാഴണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരു വാക്യോടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ടുകളായി. അപ്പം 1-ാമത്തെ മരണം, 2-ാമത്തെ മരണം, ഇതേക്കുറിച്ചൊന്നും വിവരിക്കാൻ എനിക്കിപ്പോ പറ്റത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ 2-ാം മരണം എന്ന് പറയാൻ നമ്മുടെ ആത്മാവിന്റെ മരണമാണ്. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ ഭാഗ്യമുള്ളവർ 2-ാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല.
അതിനെയാണ് രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്നൊക്കെ പറയുന്നത്. അത് ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. അപ്പൊ 1-2 വർഷമാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. യുഗായുഗങ്ങൾ. അതിനുശേഷം നിത്യതയാണ്. അതാരോടുകൂടിയാണ്? ദൈവത്തോടു കൂടി നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കണം. അതാണ് നിത്യത. അവിടെയാണ് സ്വർഗം. കർത്താവ് ഈ ഭൂമിയിൽ നമ്മളോടുകൂടി. അതുകൊണ്ടാണ് കർത്താവ് നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവിന്റെ രാജ്യം ഈ ഭൂമിയിൽ വരാൻ പോകുന്നു, വന്നു കഴിഞ്ഞു. ആത്മീയ രാജ്യം ഇനി ഭൗതികമായി ആക്ഷരിക രാജ്യം ഈ ഭൂമിയിൽ വരും. ആ ഭൂമിയിൽ വരുമ്പോൾ കർത്താവ് നമ്മളോടുകൂടെ വാഴും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത്, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് നമ്മളോട് അരുളി ചെയ്തിരിക്കുന്ന ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഈ രാത്രികാലം നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദാസിനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ആമേൻ. ഒരുപക്ഷെ താമസിച്ച് വന്നവര് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഞാൻ ദാസിനോട് പറഞ്ഞു, ചിലർ ഇന്നലെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യമാണല്ലോ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് ഒന്നുകൂടെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞു. അത് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സാക്ഷികളുടെ വലിയൊരു സമൂഹം, അതാണല്ലോ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ എന്താണ്, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓടേണ്ടത്, നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്താണ്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ആമീൻ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മളെ കേൾപ്പിച്ചല്ലോ. സകല ഭാരവും നമ്മൾ വിടണം, പാപം വിടണം. സ്തോത്രം. നമ്മുടെ മുന്നിലൊരു ഓട്ടമുണ്ട്. ആമീൻ. ഈ ലോകത്തിലെ കഷ്ടങ്ങളെയും അതും നോക്കി ഇതും നോക്കിയിരുന്നാൽ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ കഷ്ടമുണ്ടോ, പ്രയാസമുണ്ടോ? ഉണ്ട്. എന്നാൽ നമ്മൾ അതിനെയല്ല നോക്കേണ്ടത്, അതിനെ അതിജീവിച്ച ആ വിശ്വാസ വീരന്മാർ. അപ്പോൾ തന്നെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ സഹായവുമുണ്ടല്ലോ. ദൈവത്താൽ, ദാവീദ് പറഞ്ഞ പോലെ, ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതില് ചാടിക്കടക്കും. അപ്പോൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ കണ്ട് പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഭയപ്പെട്ട് പിന്മാറേണ്ടവരല്ല. നമുക്ക് നല്ല ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഓടുക, അത് നേടണം. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. അതാണല്ലോ 12:1 പറയുന്നത്. ആമേൻ. 1, 2, 3 വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. വരും ദിവസങ്ങൾ ദാസനത് ഷെയർ ചെയ്യുമല്ലോ. ആമേൻ. സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ദിവസങ്ങളിൽ ലക്ഷ്യമുള്ളവരായി നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി അത് പ്രാപിപ്പാനുള്ളതായ ആഗ്രഹത്തോട് വാഞ്ചയോടെ നമുക്ക് എല്ലാവർക്കും ഓടാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.